ഞാനും ഉണ്ണിക്കുട്ടിയും കൂടി മാത്രമായിട്ടുള്ള കറക്കങ്ങൾ അന്നും ഇന്നും എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഈവൻ ഉണ്ണിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നാട്ടിൽ പോയപ്പോഴത്തേക്കും അങ്ങനെ ഒരു കറക്കത്തിനുമായി. അവന് ഓട്ടോയിൽ പോകാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഓട്ടോയിലാണ് പ്രസ് ക്ലബ് റോഡിലേക്കുള്ള ബ്ലോസം ബുക്ക് ഫെയറിലേക്ക് പോയത്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ മുതലേ ഉള്ളൊരു ബുക്ക് ഫെയർ ആണ് കേട്ടോ ഇത്. ഇവൻ അത്യാവശ്യം നന്നായിട്ട് ബുക്ക് വായിക്കുന്നതുകൊണ്ട് ഇവിടെ പോയിട്ട് നല്ലോണം ബുക്സ് നമുക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ഫുൾ പ്രൈസ് കൊടുത്ത് വാങ്ങിക്കുന്നേക്കാളും ഭേദം നല്ല ഡിസ്കൗണ്ട് റേറ്റിൽ ബുക്ക് വാങ്ങിക്കണമല്ലേ. അങ്ങനെ ഞങ്ങൾ ഇവൻ്റെ ഫേവറേറ്റ്സ് ആയിട്ടുള്ള ഇത്രയും ബുക്സാണ് അവിടെ നിന്ന് വാങ്ങിച്ചത്. കൂടി 2-3 ബുക്ക് ഞാനും കൂടി വാങ്ങി. എന്നിട്ട് ഇത്രയും രൂപയായി. പിന്നെ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് ബ്രോഡ്വേയിൽ കറങ്ങാൻ പോകാമെന്ന് പറഞ്ഞു. അവനാണെങ്കിൽ ഇതിങ്ങനെ നടന്ന് കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ മേത്തർ ബസാറിലും പിന്നെ ബ്രോഡ്വേയിലുള്ള വേറെ കുറേ സാധനങ്ങളൊക്കെ കയറി കുറേ ടോയ്സ് ഒക്കെ കാണിച്ചു കൊടുത്തപ്പോൾ ആള് ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബ്രോഡ്വേ പോകുന്നു പറയുമ്പോഴത്തേക്കും എൻ്റെ അടുത്ത് എപ്പോഴും പറയാറുണ്ട് എന്നെയും കൂടി കൊണ്ടുപോകുന്നുള്ളത്. അങ്ങനെ അതൊക്കെ കൊണ്ടുപോയി അതൊക്കെ കാണിച്ചു കൊടുത്ത് കുറച്ച് ടോയ്സ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തപ്പോൾ ആള് ഭയങ്കര ഹാപ്പി ആയി. പക്ഷേ ക്ലൈമറ്റിൽ ഞങ്ങൾ രണ്ടും തളർന്നൊരു വശമായിട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഒരു ഓട്ടോ എടുത്തിട്ട് നേരെ പോയത് പനമ്പള്ളി നഗറിലെ കോസിലേക്കാണ്. നാട്ടിൽ വരുമ്പോഴത്തേക്കും എനിക്ക് പോകാൻ ഏറ്റവും ഇഷ്ടമുള്ള വൺ ഓഫ് ദി കാഫേസ് ആണ് കോസ്. ഇത്തവണ ഞാൻ 3 പ്രാവശ്യം അടുപ്പിച്ച് കോസ് കോഫിയിൽ വന്നത്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാച്ച ലവേഴ്സ് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ സ്ട്രോബെറി മാച്ച ആൻഡ് ഓൾസോ മാംഗോ മാച്ച ട്രൈ ചെയ്തു. ആൻഡ് ഓൾസോ ഉണ്ണിക്കുട്ടിക്ക് ബർഗർ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് വീട്ടിൽ പോയി. സോ അവൻ എന്തൊക്കെ ബുക്കാണ് വാങ്ങിയെന്ന് അറിയുന്നെങ്കിൽ കമന്റ്